ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് വീട്ടിൽ ബട്ടർ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് വേണ്ടത്. മെഷർമെൻറ്റ് അളക്കുന്ന കപ്പില്ലാത്തൊരു 2.5 ഗ്ലാസ് മൈദ എടുത്താൽ മതി, ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു പിഞ്ചളവിൽ ഉപ്പിട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ മൈദ അരിച്ചിട്ടൊന്നല്ല എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ മിക്സ് ആവണം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ കൂടി നല്ലപോലെ മിക്സ് ആവുന്ന തരത്തിൽ സ്പൂണോ എന്താ നിങ്ങൾ അതിൽ വെച്ച് അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ പൊടിയട മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് കേക്ക് ടീൻ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ ബേക്ക് ചെയ്യുന്ന ഒരു കേക്ക് ടീൻ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ സാധാ പാത്രമാണെങ്കിലൊന്നും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് എൻ്റെ ബട്ടർ പേപ്പർ ഇല്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് എണ്ണ തടവിയിട്ട് പിന്നെ കുറച്ച് മൈദയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് ഇതും നമുക്ക് എന്ത് ചെയ്യാം, അട മാറ്റി വെക്കാം. ഇനി ബട്ടർ പേപ്പറൊക്കെ ഉള്ളവരാണെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഒരു 2 പീസ് ബട്ടർ, അതായത് ഒരു 50 ഗ്രാമിലും കുറവ് ബട്ടറാണുള്ളത്. കുറച്ച് കൂടുതലിട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, പക്ഷേ ഇന്ത്യയിൽ ഇതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. എന്നോടെപ്പോൾ ആ മുട്ടൻ്റെ തോലയിലേക്ക് വീണു കേട്ടോ, സ്ഥിരമുള്ള പരിപാടിയാണ്. അത്യാവശ്യം വലുപ്പമുള്ള 2 മുട്ടേനോ, ചെറുതാണെങ്കിലും 3 എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വാനില എസൻസും കൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ആ ഒരു ബട്ടറും മുട്ടയൊക്കെ മിക്സ് ആവുന്ന തരത്തിൽ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ലപോലെ ബീറ്റായി വന്നാൽ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലും കുറച്ച് മിൽക്ക് മെയ്ഡും ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും, നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. എല്ലാം കൂടി മിക്സ് ആവുന്ന തരത്തിൽ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ മാറ്റി വെച്ചില്ല ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ആ മൈദൻ്റെയൊക്കെ മിക്സ് ആയിട്ട് ഇത് കുറച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇത് 2 ട്രിപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഒരേ ഭാഗത്തേക്കാക്കിയിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല സ്പഞ്ച് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ബീറ്റർ കൊണ്ട് തന്നെ ആകുമ്പോൾ, ഇനി ബീറ്റർ ഇല്ല എന്നുള്ളവരാണെങ്കിൽ മിക്സിയിൽ ചെയ്തെടുത്താൽ മതി. ഞാൻ ചെയ്ത സെയിം സ്റ്റെപ്പ് എല്ലാം മിക്സിയിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. മുട്ടയൊക്കെ നല്ല പോലെ തന്നെ മിക്സിയിൽ പതപ്പിച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ പെർഫെക്റ്റ് കേക്ക് തന്നെ കിട്ടും കേട്ടോ. ഞാൻ അടുത്ത തവണ ചെയ്യുമ്പോൾ മിക്സിയിൽ ചെയ്തെടുക്കുന്ന ഒരു കേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. നേരെ ആ കേക്ക് ടിന്നിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടൈറ്റ് ആയാൽ കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ഇത് പാകമായിട്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മുട്ടയൊക്കെ എടുക്കുമ്പോൾ ചെറുതാണെങ്കിലും 3 എടുക്കുക. അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ 2 എടുത്തത് കേട്ടോ. അപ്പോൾ നേരെ കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൂസായി പോയാൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടായി പോകും, അതുകൊണ്ട് ലൂസാക്കാണ്ട് പരമാവധി ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് അതിന് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്ന് ടാപ്പും കൂടി ചെയ്ത് കൊടുത്തിട്ട് നേരെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഞാനിതാ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു ചെമ്പ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പ്രീ ഹീറ്റ് ചെയ്തതാണ്, ഒരു 2-3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് മേലെ ഒരു കല്ലും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ കേക്ക് സെറ്റായിട്ടുണ്ട്. ഒന്ന് കുത്തി കൊടുത്ത് നോക്കുക. ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ചൂട് നല്ല തണിഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ചൂട് തണിയാൻ നിന്നിക്കില്ല, പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടകളിൽ നിന്നൊക്കെ പോയി വാങ്ങി കഴിക്കുന്ന ആ കേക്കിൻ്റെ അതേ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ആവുമല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും കൂടി ചെയ്യുക. എന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ടും കൂടി അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന വിശീൽ എൻ്റർടൈൻമെൻറ്റ്.